കാളികാവ് ചുണ്ടന്റെ പാവന സ്മരണയ്ക്ക് പ്രായിക്കര അപ്പയുടെ പാവന സ്മരണയ്ക്ക്
டேங்க் ஃபுல் பண்ணி ஏறி செக் பண்ணு. ശരി. ഹലോ ഹലോ, ആരാ? റോയ് ആണോ? അതെ, ആരാ? ഇത് ഞാനാണോ, കുട്ടപ്പായി? കുട്ടപ്പായിയോ? എന്താ ഈ നേരത്ത്? ഇപ്പൊ സമയം എത്രയായി? 3:15. ഞാനിവിടെ പഴനിന്നൊരു പെട്രോൾ പമ്പിൽ നിന്ന് വിളിക്കുക. ചരിത്രമൊക്കെ പിന്നെ പറയാം. ഞങ്ങൾ അങ്ങോട്ട് വരിക. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 4-5 ആളുണ്ട്. ഒന്നുമില്ലെന്നേ, നാട്ടിൽ ചെറിയൊരു അടിപിടി. കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ എല്ലാരും പറഞ്ഞു. അത് കൊള്ളാം. നോട്ടീസ് അടിച്ചിറക്കിയിട്ട് ഒളിച്ചോടാൻ പറ്റൂടാ? ഞങ്ങൾ പുലർച്ചെ അങ്ങ് എത്തിക്കോളാം. നീ കിടന്ന് ഉറങ്ങിക്കോ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏറെ ചെക്ക് പണിയാച്ചാ? പണിയച്ച്. വെച്ചിക്കോ. എടാ എടാ മാലിനി, ഇറങ്ങും സ്ഥലമെത്തി. ഏത് സ്ഥലം? പോലീസ് സ്റ്റേഷൻ. എന്താണോ ഇത്ര ലേറ്റ്? ഞാൻ ഏർലി മോർണിംഗിനെ പ്രതീക്ഷിച്ചു. എത്താവായിരുന്നു രാവുവേ. എല്ലാവരും മാറി മാറി ഓടിക്കാന്ന് പറഞ്ഞാ വണ്ടി കയറിയത്. അപ്പ തുടങ്ങി ഉറക്കവാ. ഇപ്പഴാ ഓരോരുത്തന്മാർ എഴുന്നേറ്റ് വരുന്നേ. പരിചയപ്പെട്ടോളൂ. ഇതാണ് റോയ്. വലിയ എസ്റ്റേറ്റ് മുതലാളി, പണക്കാരൻ, കൺട്രോൾ ചെയ്യാൻ തന്തയും തള്ളയുമില്ല. 6 പെങ്ങന്മാർ കൂടെ ഒറ്റ ആങ്ങള, അവിവാഹിതൻ. കുട്ടപ്പായി പറഞ്ഞില്ലേ, അവിവാഹിതൻ. അത് ഉഷ എന്റെ ഫ്രണ്ടാ, എന്റെ മാത്രം ഫ്രണ്ട്. പേര് ചോദിക്കാൻ വിട്ടുപോയല്ലോ. ഐ എം രാജു. പാലുണ്ണി. ഐ എം അനിൽ. ഹലോ, അലക്സ്. വരൂ. ഉഷേ, ശങ്കരോട് പെട്ടിയെടുത്ത് താത്തു വയ്ക്കാൻ പറയൂ. ശങ്കരാ, നിങ്ങൾ മുകളിലോട്ട് ചെല്ല്. ചെല്ല് 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 ചെല്ല്. നാട്ടിൽ എന്താ ഉണ്ടായത് കുട്ടപ്പായി? ഒന്നും പറയണ്ട. ഒരു വള്ളംകളി, അടിപിടിയും കശപിശയും. ഒരുത്തൻ ചാകാറായി ആശുപത്രി കിടക്കുക. നമ്മുടെ പണിക്കരുടെ ആളാ. പണിക്കരുമായിട്ട് ശരിക്കങ്ങ് തെറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ട് 1 മാസത്തേക്കൊന്ന് മുങ്ങിക്കൂടാൻ DSP പറഞ്ഞു. മോളിക്കുട്ടിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങോട്ടാ പോന്നിരിക്കുന്നെന്ന്. അറിഞ്ഞാ പിന്നെ ടെലഗ്രാമും ഫോൺ കോളായിട്ടും എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്ത് തരികയല്ല. യവന്മാരാരടാ ഈ ചിന്ന കമ്പനീസ്? നമ്മുടെ പാർട്ടീസാ, നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസാ. ഇവന്മാരാണ് ശരിക്കും കുഴപ്പം ഉണ്ടാക്കിയത്. അങ്ങനെ പറയണ്ട സാറന്മാരെ. നിങ്ങൾ റോയ് മുതലുള്ള വീട്ടിൽ വന്നതാണല്ലേ? അപ്പൻ അമ്മയല്ല സ്വന്തക്കാര്. സ്വന്തക്കാരോ? അതെങ്ങനെ? റോയ് മുതലുള്ള വാടകത്തിൽ താനേ എങ്ക മുതലാളി ഓഫീസ് വെച്ച് നടന്നത്. എങ്കടെ ഓഫീസിലെ കൊണ്ട് വരണ സാറന്മാര് എല്ലാം എനിക്ക് തെരിയും. ഉങ്കടെ സ്റ്റൈലെല്ലാം നോക്കിയാ നിങ്ങൾ അവിടെ താനേ വരൂന്ന്. എന്താ ഓഫീസാ? എക്സ്പോർട്ട് ഓഫീസ്. പുതു സ്റ്റാഫ്സ് വരുമ്പോത് റോയ് മുതലാളി എങ്ക മുതലാളി ചേർന്നതാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ആനാ ഒന്ന് റോയ് മുതലാളി ഓഫീസ് വരമാട്ട്. അങ്ങേർക്ക് എക്സ്പോർട്ട് തേവയുള്ളപ്പം ഇവിടുന്ന് സ്റ്റാഫിനെ ബംഗ്ലാവിലേക്ക് അയച്ച് ഡെലിവറി എടുക്കും. ഇതാ എങ്ങളുടെ ഓഫീസ്. ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ. അതല്ല എങ്ങളുടെ സ്റ്റാഫാ. ഒന്ന് കേറിട്ട് പോണോ? അളിയ, ഇത് മറ്റേ കേസാ. മുത്തുവണ്ണ മുത്തുവണ്ണ. അളിയ സ്ഥലം മറ്റേതാ. ഈ മുത്തോണ്ണ നല്ല സ്നേഹമുള്ളവനല്ലയോ? പാവം. അതാണ്. കിടക്കുമോ? കിടക്കും. ആനാ ഇത് വന്ന് ഓൾഡ് സ്റ്റാക്ക്. 3-4 പുതിയ സ്റ്റാഫ്സ് വന്നിട്ടുണ്ട്. அவங்க സൺഡേ കഴിഞ്ഞ വരൂ. നീங்க കൊഞ്ചം കൂടി ഇരുട്ട് കൂടിയിട്ട് വാങ്ങ സാറന്മാർ. അയ്യോ മുത്തുവാ, നമുക്കൊന്ന് കൂടാ. അല്ലല്ലോ ഒരു കാര്യം, നിങ്ങൾ നടന്നു. ഞാൻ ചില ടേംസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതല്ല ഞാൻ അല്ല, ഇത് പറഞ്ഞത്. വേറൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഹലോ, ആരാ? ബാങ്ക് മാനേജരോ? ബാങ്ക് മാനേജരാ. പ്ലീസ് ഹോൾഡ് ഓൺ. ഞാൻ അകത്ത് പോണം അല്ലേ? പോണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ റോയിയാണ്. സാർ 2 ദിവസത്തേക്ക് കൂടി ക്ഷമിക്കണം. എന്റെ ഫൈനാൻഷ്യർ ഇന്ന് രാത്രി ഇവിടെ എത്തും. എല്ലാം എനിക്കറിയാം സാർ. ഏറിയാൽ ചൊവ്വാഴ്ച. ഇനി ഞാൻ അവധി പറയില്ല. ശരി സാർ.
കൊള്ളാവിടാ മക്കളെ കൊള്ളാം. തന്തയുള്ള കാലത്ത് ഒളിച്ചും പതുങ്ങിയുമാണെങ്കിൽ ഒരു തുടം വെള്ളമെങ്കിലും ഒഴിക്കുമായിരുന്നു. ഇപ്പൊ അതുമില്ല. അല്ല, നീ രാവിലെ എങ്ങോട്ടാ കാൽസ്രായൊക്കെ ഇട്ട്? ഞങ്ങൾ അതിഥികൾ വന്നിരിക്കുന്ന കണ്ടില്ലേ? ഞങ്ങളൊന്ന് എന്റർടൈൻ ചെയ്യേ. വല്ല സൈറ്റ് സീയിങ്ങിനോ ഹണ്ടിങ്ങിനോ ഒക്കെ കൊണ്ടുപോകാറുള്ളതിന്. 1-2 ദിവസത്തേക്ക് ഞാൻ ഇത്തിരി ബിസിയാണ്. നിനക്കൊന്നും തോന്നരുത്. ഓഫീസിലെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. പോടാ പുഞ്ചപ്പാടോ എസ്റ്റേറ്റോ ഒക്കെ ഉള്ള തന്തയുടെ മോൻ തന്നെയാടാ ഞാനും. ഒരാഴ്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കാൻ പറ്റാത്ത പടം രണ്ടെടുത്തൂല. നീ വാ. മക്കളെ റെഡിയായില്ലേ? എടാ ഇത് വാടാവേ. ഞങ്ങൾ എപ്പോഴേ റെഡി. അച്ചായോ, നമുക്കിന്ന് ലേക്കിലേക്ക് ലേക്ക് വാ. പ്ലീസ് കുട്ടപ്പായി, ഇന്നത്തേക്ക് എന്നെ ഒന്ന് ഒഴിവാക്കണം. അച്ചായോ, റോയ് ചാനെ ഇന്നത്തേക്ക് ഒഴിവാക്കാം. നീ ഒന്ന് വേടാ. ഇവനെ അല്ല ഇവന്റെ തന്തയെ ഞാൻ കൊണ്ടുപോകും. അച്ചാൻ ഇങ്ങോട്ട് വന്നേ. അല്ലേ